ഇത്രയാണ് രണ്ടാമത്തെ മൊഡ്യൂൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. രണ്ടാമത്തെ മൊഡ്യൂൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂൾ എടുക്കുക. ഫസ്റ്റ് മൊഡ്യൂളിൽ കുറച്ച് ചാപ്റ്റേഴ്സ് കൂടുതലുണ്ട്, അതിനനുസരിച്ച് മാർക്ക് കൂടുതലുള്ളതാണ്. അപ്പോൾ അതിൽ വരുമ്പോൾ മെയിനായിട്ട് പഠിക്കേണ്ടത് കമ്മ്യൂണിറ്റി, അസോസിയേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ ആറാമത്തെ ചാപ്റ്ററായ സോഷ്യൽ ഗ്രൂപ്പും ഏഴാമത്തെ ചാപ്റ്ററായ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സിസ്റ്റം, അതേപോലെ ഒമ്പതാമത്തെ ചാപ്റ്റർ സ്റ്റാറ്റസ് ആൻഡ് റൂള്, പത്താമത്തെ ചാപ്റ്റർ കോപ്പറേഷൻ, കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്. മെയിനായിട്ട് ചാപ്റ്ററിൽ വരുന്ന ഹെഡിങ്ങിൻ്റെ പേരില്ല, ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ 11ാമത്തെ ചാപ്റ്ററിൽ അക്യുമുലേഷൻ, അസിമുലേഷൻ, ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഹെഡിങ് ഉണ്ടാവുമല്ലോ, ഈ ഹെഡിങ്ങിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കണം. പഠിച്ചിരിക്കേണ്ടത് മെയിനായിട്ട് ടാബ്ലോ കോളം, കാരണം അതിന് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഡിഫറൻസോ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സോ എന്ത് ചെയ്യുക മെയിനായിട്ട് പഠിക്കുക. അപ്പോൾ ഈ 3 മൊഡ്യൂള് വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തെന്നാലും ജയിക്കാനുള്ള മാർക്ക് കൂടുതൽ നമുക്ക് കിട്ടും. കാരണം ഓപ്ഷണൽ മൊഡ്യൂളിന് ഏകദേശം 16 മാർക്കാണ് വന്നത്. അതേപോലെ തന്നെ ഒന്നാമത്തെ മൊഡ്യൂളിനും നമുക്ക് മാർക്ക് കൂടുതലാണ്. ദെൻ ആ 2 മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ ഏകദേശം 40 മാർക്ക് അല്ലെങ്കിൽ ഒരു 35 മാർക്ക് കൂടുതൽ കിട്ടും. പ്ലസ് തേർഡ് മൊഡ്യൂളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ 50 മാർക്ക് കൂടുതലുള്ള സ്കോർ നമുക്ക്